ഹായ്, ടു സം റിയാക്ഷൻസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ 2 ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് കണ്ടിട്ട് പറയാം. படிப்புக்கேத்த வேலை இல்ல, வேலைக்கேத்த சம்பளம் இல்ல, கட்டுற டாக்ஸ்க்கு தகுந்த ஃபெசிலிட்டிஸ் கிடைக்கிறது இல்ல. திருடுறவன் திருடிட்டு தான் இருக்க போறான், தப்பு செய்யறவன் தப்பு செஞ்சுட்டு தான் இருப்பான். நம்மள ஆளாளுக்கு ஊரை குறை சொல்லிக்கிட்டே இருப்போம். சிஸ்டம் சரியில்லை, சரி பண்ணோம், வாய்க்கவே பேசுவோம். ஆனா அது சரி செய்யறதுக்கு ஒரு துரும்ப கூட கிள்ளி போடுறது இல்ல. ஜஸ்ட் வாக்கிங் டாக்ஸ். அதனால கத்திக்கிட்டு இருக்கோம். இவங்க எல்லாரையும் கடிச்சு கொதற ஒரு ஹண்டிங் டாக் வரணும். அப்படி யாரா இருக்கா? இருந்தாரு. இந்தியன்ஸ். ഓക്കേ, എന്താ പേരുണ്ട്. என்ன கர்மம் சார் இது? கர்மம் இல்ல, வரும். എന്താ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ഇരിക്കണം? അതെന്തൊരു அவர் திரும்பி வரணும். ஒரு தப்பு செஞ்சா அதுகிட்ட இருந்து தப்பிக்கவே முடியாதுன்ற பயம் வரணும். നല്ല രസമുണ്ട്. கேரியர்ல நான் முடிக்காம போன ஒரே ஒரு கேஸ் சேனாபதி. பேசாம இவனை ஆன்டி இந்தியன் அறிவிச்சிடலாமா? சின்ன வயசுல நேர்மை தவறக்கூடாது, பொய் சொல்லாத, திருடாத, நீங்க தானே சொல்லி தந்தீங்க. அவன் தப்பு இதெல்லாம் செஞ்சாதான் வாழ முடியும்னு சொல்றீங்க. കൊറേ ഇത് തന്നെ ഉണ്ടല്ലോ. ഒരു ജസ്റ്റ് ഷോട്ട് ഒന്നുമില്ല. காந்திய வழியில நீங்க, நேதாஜி வழியில நான். ஓடவும் முடியாது, ஒளியவும் முடியாது. டாமஞ்சேரி ஆட்டம் ஆரம்பிச்சிருச்சு. ജൂലൈയിലാണ് റിലീസ്. ശങ്കർ സിനിമകളുടെ ഒരു ട്രെയിലർ കണ്ട ഒരു എഫക്റ്റ് ഉണ്ട്. എന്നാലും കുറച്ച് പ്രതീക്ഷയൊക്കെ കുറഞ്ഞു. ഫസ്റ്റ് ആ പാട്ട് കണ്ടതിൻ്റെ ഒരു സംഭവത്തിൽ വെച്ച് നോക്കുമ്പോൾ എന്താ മേക്കപ്പ് ഒക്കെ എന്താ ഒരു, പിന്നെ ഒന്നാമത് ഈ ഫസ്റ്റ് ഇന്ത്യൻ സിനിമയില് ഈ ഒന്നാമനാള് ഭയങ്കര വയസ്സായിട്ടുള്ള ഒരാളായിരുന്നു. കുത്തിപ്പിടിച്ച് നടക്കാൻ പോലും ആവതില്ലാത്ത ഇല്ലില്ല. അല്ല, ആ ഫോൺ വിളിക്കണ കാണിക്കണ്ടല്ലോ ലാസ്റ്റ് ടെലിഫോൺ ബൂത്തിന്ന് ആള് വിളിക്കണ്ട്. അതന്നെ ഭയങ്കര വയസ്സായിട്ടുള്ള ഒരാളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥ തന്നെ വേഷം മാറി വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കഥ പറഞ്ഞ ബിൽഡപ്പ് ചെയ്തിട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് സിദ്ധാർത്ഥും എസ് ജയസൂര്യ. രണ്ടുപേരെയും തിയേറ്ററിൽ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്ക് എസ് ജയസൂര്യ സിനിമ കാണാനൊരു തോന്നലുണ്ട്. എസ് ജയസൂര്യ ആണോ? അങ്ങനെ പേര് ആള് അടിപൊളിയാവും തോന്നുന്നുണ്ട്. ആളൊരു ക്യാരക്ടർ ജയസൂര്യ അല്ല, എസ് ജയസൂര്യ. നെടുമുടി വേണു ആണ്. എന്ത് പെർഫെക്ഷൻ ആണ്. അതല്ല, നെടുമുടി വേണുവിന്റെ പ്രസൻസ് അത്ര ആവശ്യമുള്ളതുകൊണ്ടല്ലേ ആയിട്ട് കൊണ്ടുവരണതെന്ന് ആലോചിച്ചത്. അല്ല, പിന്നെ പ്രസൻസ് ആവശ്യമില്ലാണ്ടിരിക്കില്ല. ഇന്ത്യയിലെ മെയിൻ ക്യാരക്ടർ അല്ല നെടുമുടി വേണു. മരിച്ചു കഴിഞ്ഞിട്ടും ആ ഒരു തന്നെ വേണം എന്ന് ആഗ്രഹിക്കണത് ആളൊരു ലെജൻഡ് ആയതുകൊണ്ട്. ലെജൻഡ് ആയതുകൊണ്ടും പിന്നെ ഗംഭീര ഇപ്പം ശങ്കറിന്റെ പടങ്ങളില് നെടുമുടി വേണുവിനെ എപ്പോഴും റോള് കൊടുക്കാറുണ്ട്. ഇപ്പൊ അന്യൻ സിനിമയില് വിക്രത്തിന്റെ അച്ഛനായിട്ടുള്ള റോള്, കൊച്ചിൻ അനീഫയ്ക്ക് കൊടുക്കാറുണ്ട് റോള്. പിന്നെ അങ്ങനെ ഏതെങ്കിലും മലയാളികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ആകെ ഒരു സുഖമില്ലാത്ത റോളായത് നൻപൻ സിനിമയിലെ ഇന്ദ്രൻസിന് കൊടുത്ത റോളാണ്. കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ റോളായിട്ട് അത് തോന്നിയിരുന്നില്ല. മൊത്തത്തില് ഒരു ആനച്ചന്ത ഉണ്ട് എന്നുള്ളൂ. ഒരു ട്രെയിലറിന്റെ
കുറച്ച് നല്ല രസമുണ്ട്. ആ അതുകൊണ്ട് ഷമീർ മുഹമ്മദ് ആണ്. നമുക്ക് അങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നിയെന്നു. ആ മൊത്തത്തിലൊരു റിച്ച്നെസ് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സിനിമ ആ പെണ്ണുങ്ങളെയൊക്കെ കാണിച്ചൊക്കെ നല്ല രസം. അതൊക്കെ ഏതെങ്കിലും പാട്ടിന്റെ ഒരു ഷോട്ട് എങ്ങാനായിരിക്കും. ട്രെയിലർ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് സിനിമ എപ്പോഴും ഒരു സ്ക്രിപ്റ്റ് വൈസ് അല്ലെങ്കിൽ സ്റ്റോറി വൈസ് തുടക്കം മുതൽ അവസാനം വരെ നന്നായിട്ടിരിക്കണം. അത് തന്നെയാണ് ഏറ്റവും മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്റെ പേഴ്സണൽ അഭിപ്രായം എനിക്ക് അത് ഏതാണ്ട് മറ്റേ പ്രച്ഛന്ന വേഷം പരിപാടി തോന്നി. അത് ഇത്രയും അൾട്രാ 4K 8K ലെവൽ ക്യാമറകളും DI ചെയ്തിട്ട് വരുമ്പോ അവര് ചെയ്ത് ഇത്രയും ക്വാളിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ഈ മേക്കപ്പ് ഒക്കെ ചെറിയൊരു വ്യത്യാസം കാണിച്ചാൽ തന്നെ നമുക്കത് ഭയങ്കര മോശം പരിപാടി തോന്നും. മേക്കപ്പ് എടുത്ത് കാണിക്കുന്നത് മേക്കപ്പ് ആണേന്ന് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോ അത് കുറെ കാരണങ്ങളുണ്ടായിരിക്കും. എനിക്കത് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ പ്രോസ്തറ്റിക് മേക്കപ്പുകൾ നന്നായിട്ട് കുറെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഒരു ഷൂട്ടിന് വരുമ്പോ അതിന്റെ കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് വന്നിരുന്ന് കാലത്ത് ഒരു 9 മണിക്ക് ഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 മണിക്കെങ്കിലും വന്ന് ആ മേക്കപ്പിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ചെയ്തിട്ട് എല്ലാ ദിവസവും ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ കുറെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പൊ ചില ദിവസം സ്പീഡാവാം, ചില ദിവസം സ്ലോ ആവാം, പെട്ടെന്ന് തീർക്കണം എന്നുണ്ടായിരിക്കാം. അപ്പൊ മേക്കപ്പിനൊക്കെ അത്ര ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഡേയ്സ് വേണം. ആ പല കാര്യങ്ങളുണ്ടായിരിക്കാം. ഇറിറ്റേഷൻസ് വരാം, ഈഗ വരാം. കമലഹാസനൊക്കെ ഈഗയുടെ ആളാണെന്ന് നമ്മള് പലപ്പോഴും പല ഡയറക്ടർമാർ പറഞ്ഞിട്ടും കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ എത്രമാത്രം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന പോലെ ഇരിക്കും ഈ മേക്കപ്പ് പോലുള്ള. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ ഹോളിവുഡ് സിനിമയിലൊക്കെ ഇത്രയും മേക്കപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടത്തെ സ്വീകരിക്കുന്ന സമയത്ത് ഈ മേക്കപ്പും പുതിയ ടെക്നോളജി നമ്മൾ സ്വീകരിക്കുമ്പോ ആ ഒരു പെർഫെക്ഷൻ നമുക്കും കിട്ടേണ്ടതെന്നാണ്. ഇപ്പൊ ഒരു പപ്പടം ഒട്ടിച്ചു പോലത്തെ അങ്ങനത്തെ മേക്കപ്പ് ഒന്നല്ല. ഇപ്പൊ ഇന്ത്യൻ സിനിമയിലെ മേക്കപ്പിനൊക്കെ വെച്ച് നോക്കുമ്പോ ഭയങ്കര വ്യത്യാസമുള്ള മേക്കപ്പാണ്. പക്ഷെ എന്നാലും ഇപ്പൊ നമുക്ക് തോന്നില്ലേ ഇങ്ങനെയൊക്കെ മേക്കപ്പ് ഇട്ടിട്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രിയദർശന്റെ സിനിമയില് മോഹൻലാലും മുകേഷും കൂടിയിട്ട് എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇവരിങ്ങനെ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ല മറ്റേ കാര്യം എന്ന് പറയുമ്പോ ചുറ്റും ശരിക്കും റിയലിസ്റ്റിക് ആണ്, കഥയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് ഡയലോഗിൽ തന്നെ ഇവര് നുണയെ പറയണേന്നുള്ളത്. പക്ഷെ സിനിമയിൽ അത് അങ്ങനെ ലോജിക്ക് നോക്കാത്ത കാരണം ഇവന്മാരെ പറ്റിക്കാൻ പറ്റും നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെയാണ് മേക്കപ്പും. ഇപ്പൊ പപ്പടം ഒട്ടിച്ച പോലത്തെ മേക്കപ്പ് അല്ലെങ്കിൽ വേറൊരു മേക്കപ്പ് വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ സെന്ററില് ഒരാൾ ചായ വാങ്ങിച്ചു കുടിക്കാൻ വരുമ്പോ നമ്മളെ ആളെ അടുത്ത് നോക്കുമ്പോ നമുക്ക് തോന്നില്ല ഇതെന്തിട്ട് എവിടെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നേണെന്ന് നമുക്ക് തോന്നില്ലേ. അപ്പൊ അതുപോലെയാണ് കഥയുടെ ഉള്ളില് ഇങ്ങനത്തെ മേക്കപ്പ് ആയിട്ട് വരുമ്പോ നമുക്ക് ഒരു വിയേർഡ് ഫീൽ ആയിട്ട് തോന്നും. ഇവർക്ക് ഈ പൊട്ടന്മാർക്കൊന്നും മനസ്സിലാവണില്ലേ എന്നുള്ള സംഭവം. അതായത് എന്തെങ്കിലും ഒരു മിഷൻ ചെയ്യാനൊക്കെ ആയിരിക്കും ഇങ്ങനെ മേക്കപ്പ് ഇട്ടൊക്കെ വരണത് ആൾക്കാരുടെ ഇടയിലേക്ക് മനസ്സിലാവാത്ത രീതിയിൽ. ആള് വരണ കണ്ടാ തന്നെ ആ തൃശ്ശൂർ പൂരത്തിന്റെ ഇടയിലുള്ള എല്ലാവർക്കും മനസ്സിലാവും ആള് മേക്കപ്പ് ഇട്ടിട്ട് വരണേന്ന് അല്ലെ. അപ്പൊ ആ ഒരു പ്രശ്നമാണ് മേക്കപ്പിന്റെ. കൂടുതലും സോഷ്യൽ മീഡിയയില് എന്തായാലും ഈ മേക്കപ്പിനെ പറ്റി തന്നെയായിരിക്കും കൂടുതൽ ചർച്ച. ദശാവതാരം 2 എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനായിരിക്കും സാധ്യത. പക്ഷെ ശങ്കറിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൊത്തത്തിലുള്ള വൈഡ് പരിപാടികളുടെ ഇടയിലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ക്വാളിറ്റിയുടെ ഇടയിലും ആൾക്കൊരു നല്ലൊരു കഥ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് അഴിമതി പരിപാടിയൊക്കെ വെച്ചിട്ട് തന്നെ വീണ്ടും എത്ര തവണ ഉണ്ടായിരിക്കും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പോ സിനിമ അടുത്ത മാസം റിലീസാണ്. SJ സൂര്യ അതായത് ഇതുവരെ ചെയ്യുന്നതിൽ നിന്ന് ആളെ എത്രമാത്രം വ്യത്യസ്തമായിട്ട് ചെയ്യുന്നു എന്നുള്ള, ശങ്കർ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കുറെ പേരുണ്ട്. ഇപ്പൊ മൊത്തത്തിൽ പരിപാടികളൊക്കെ നന്നാവട്ടെ. സിനിമ എന്തായാലും അടുത്ത മാസം റിലീസ്. എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. ഞങ്ങളും കണ്ടിട്ട് റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു റിവ്യൂ വരുന്നത് വരെ റിയാക്ഷൻ പരിപാടികൾ വരുന്നത് വരെ. പിന്നെ ഏതെങ്കിലും ട്രെയിലറിന്റെ ഒക്കെ നമ്മളിപ്പോ മിസ്സായിട്ടുള്ള ട്രെയിലറിന്റെ ഒക്കെ നമ്മള് റിയാക്ട് ചെയ്തിടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക്, കാരണം കുറെ മിസ്സായിട്ടുണ്ട് നമ്മുടെ തിരക്കിന്റെ ഇടയിലൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം, ഞങ്ങൾ ചെയ്ത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് പറയാ. പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. അതെ, പലരും നല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത്ര സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. അപ്പൊ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.